ഹരിയാനയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 10-9 സീറ്റ് BJP നേടി. അപ്പോൾ ഹരിയാനയും BJPയോടൊപ്പം മാറിക്കൊണ്ടിരിക്കുക, കോൺഗ്രസ് അവിടെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയല്ലേ. BJP വളരെ ഭംഗിയായിട്ട് ഇലക്ഷൻ തൂത്തുവാരിയെടുത്തു. മേയറൽ ഇലക്ഷൻസ് നടന്നിരുന്നത് 10 സീറ്റുകൾ അല്ലെങ്കിൽ 10 മേയർമാരാണ് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. അതിൽ 9 പേരും BJPയുടെ തന്നെയായി. അപ്പോൾ അതിൽ 9 സ്ഥലത്ത് തോറ്റതിൽ കോൺഗ്രസ്സിന് വലിയ ദുഃഖം ഉണ്ടാവില്ല. അതിലും വലിയ ദുഃഖമായിരിക്കും ഈ BJP ഒരു സ്ഥലത്ത് തോറ്റെടുത്ത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ദുഃഖകരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തോറ്റത് ഒരു ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റിനോടാണ്. മറ്റത് സ്ട്രോങ് ആണ്. 9 BJPക്കാർ ജയിച്ചു പോയിക്കോട്ടെ, എന്തെങ്കിലും അവർ സ്ട്രോങ് ആണ്, ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്, എവരിബഡി നോസ് ഇറ്റ്. പക്ഷേ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിച്ചവർക്ക് കിട്ടുന്നത് പോലും കോൺഗ്രസ്സിനില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഹരിയാനയിൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, അസംബ്ലിയിലേക്കാണെങ്കിൽ ഇപ്പോൾ 3 പ്രാവശ്യം അടുപ്പിച്ച് BJP തന്നെയാണ് വരുന്നത്. പിന്നെ ലോക്സഭയിലേക്കും അവർ തന്നെ ജയിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഹരിയാനയിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ എഞ്ചിനാണ്. സാധാരണ BJP ഇലക്ഷൻ പോകുമ്പോഴൊക്കെ അവർ പറയുന്നത് നമുക്ക് ഡബിൾ എഞ്ചിനാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് പറയുമായിരുന്നു. അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒരേ ആൾക്കാരായിരിക്കണം. പക്ഷേ ഇപ്പോൾ അസംബ്ലിയിലും പാർലമെൻറ്റിലും ഈവൻ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ പോലും BJP എല്ലാത്തിലും തൂത്തുവരുന്നൊരു കണ്ടീഷനാണ് ഇപ്പോൾ ഹരിയാനയിൽ കാണുന്നത്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ജയിച്ച മണ്ഡലം മനേസർ എന്ന് പറയുന്ന മണ്ഡലമാണ്. ബാക്കിയുള്ള 9 സ്ഥലങ്ങളും BJPയാണ് ജയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ വിമൻ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞാൽ 7 വിമൻ കാൻഡിഡേറ്റ്സ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു റെപ്രസെൻറ്റേഷനാണ്. പിന്നെ BJPയുടെ പ്രവീൺ ജോഷി എന്ന് പറയുന്ന ആൾ വേറൊരു റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം ജയിച്ചത് 3,16,852 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ്. അത് ഇതുവരെ ഉണ്ടാകാത്ത ഒരു വലിയ വിജയമാണ്. അവിടെ കോൺഗ്രസിനെയാണ് അവർ തോൽപ്പിച്ചത്. പിന്നെ ഇപ്പോൾ CM ഉണ്ട് നയാബ് സിംഗ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി ഞങ്ങൾക്ക് ട്രിപ്പിൾ എഞ്ചിനായി, ഇനി ഒന്നും പേടിക്കാനില്ല, വളരെ സന്തോഷമായിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. പിന്നെ മാത്രമല്ല, കൗൺസിലർ സീറ്റ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 90% BJPക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അവിടെയും അവർക്ക് നല്ല ഒരു വിജയം. പിന്നെ പഴയ CM അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഭൂപിന്ദർ ഹൂഡ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ അവിടെയും നടന്ന ഇലക്ഷനിൽ BJP തന്നെ വിജയിച്ചു. അപ്പോൾ ഭൂപിന്ദർ ഹൂഡയുടെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ആ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ജയിക്കും എന്ന് വിചാരിച്ചിട്ട് അവിടെയും BJP തന്നെയാണ് ജയിച്ചത്. അവിടെ ഇപ്പോൾ അസംബ്ലി ആൻഡ് പാർലമെൻ്ററി സീറ്റ് കോൺഗ്രസ്സിനാണെങ്കിൽ പോലും ഈ പറഞ്ഞ മേയറുടെ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും BJP നേടിയെടുത്തു എന്നുള്ളതാണ്. പിന്നെ ഈ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന നമ്മുടെ റെസ്ലറുണ്ട്, അവരുടെ ജുലാന എന്ന് പറയുന്നൊരു മണ്ഡലമുണ്ട്. അവിടെയാണെങ്കിലും വിജയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ മുനിസിപ്പൽ ഇലക്ഷനിലേക്ക് നടന്നിരിക്കുന്ന ഈ പറഞ്ഞ ഇലക്ഷനിൽ അവിടെയും BJPയാണ് നേടിയിരിക്കുന്നത്. പിന്നെ ഹൂഡ പറഞ്ഞിരിക്കുന്നത്, പഴയ ചീഫ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇതിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ മാറ്റേഴ്സാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ഇലക്ഷൻ. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും റോക്കത്തിൽ പോലും BJPയാണ് ജയിച്ചിരിക്കുന്നത്. എന്നാലും അദ്ദേഹം ഒരു ഫേസ് സേവിങ് ഫോർമുല കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ മാറ്റേഴ്സിനെ പ്രസക്തിയുള്ളൂ. അത് ലോക്കലായിട്ടാണ് കാണുന്ന ആൾക്കാരല്ലാതെ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ആൾക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായീകരണം. അപ്പോൾ ഹൂഡ അതിനങ്ങനെ ന്യായീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം BJPക്ക് വളരെ അസൂയാവഹമായ നേട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹരിയാനയിൽ മാത്രമല്ല, ഇപ്പോൾ ഈ അസംബ്ലി ഇലക്ഷൻസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി ഒക്കെ വളരെ ഭംഗിയായിട്ട് വിജയിച്ചു വന്നിരിക്കുകയാണല്ലോ. അത് ഡൽഹിയിലാണെങ്കിൽ അവിടെ കേജ്രിവാൾ പറഞ്ഞിരുന്നത്, കേജ്രിവാൾ ജീവിച്ചിരിക്കുമ്പോൾ ഡൽഹി ഭരിക്കാമെന്ന് സ്വപ്നം കാണണ്ട, അങ്ങനെ ഒരു സ്വപ്നം പോലും കാണണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഡൽഹിയും പിടിച്ചെടുത്തു. പിന്നെ ഒരു ബാലികേറാമലയായിട്ടുള്ളത് ബംഗാളാണ്. പക്ഷെ ബംഗാളിൽ ഈയിടെ ഒരു ഇലക്ഷൻ നടന്നായിരുന്നു നന്ദിഗ്രാമിൽ. അവിടെയും അതെ, അവിടെ 10 അവിടെ ഇൻ അതർ വേർഡ്സ് ഓൾ സീറ്റ്സ്, അവിടെയുള്ള എല്ലാ സീറ്റും BJPക്കാണ് കിട്ടിയത്. പിന്നെ ഛത്തീസ്ഗഡിലാണ് ഇരുന്ന ഇലക്ഷൻ, ഛത്തീസ്ഗഡിലും അവർ നേടിയെടുത്തു. ഇപ്പം നോക്കിക്കഴിയുമ്പോൾ ഒരുപക്ഷെ കേരളമായിരിക്കാം
കുറച്ചൊരു പ്രശ്നമുള്ളത്. പക്ഷേ കേരളത്തിൽ പോലും കാര്യങ്ങൾ മാറി കേരളത്തിലൊരു MP വന്നു. കേരളത്തിൽ അതും സുരേഷ് ഗോപി മുനിസിപ്പാലിറ്റികളിലും ഇപ്പോൾ ഭരിക്കുന്നുണ്ട്. അതെ, നിലവിൽ പാലക്കാടൊക്കെ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം, നിയർലി 75,000 വോട്ട്സിന്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ചല്ലോ. അപ്പോൾ അത് ഒരു ടച്ച് ആൻഡ് ഗോ വിക്ടറി എന്ന് പറയാൻ പറ്റില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള മെജോറിറ്റിയോടുകൂടി അദ്ദേഹം ജയിച്ചു. അപ്പോൾ കേരളത്തിലെയും സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും BJPക്ക് സാധ്യതകൾ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. മിക്കപ്പോഴും PC ജോർജിൻ്റെ പേരിൽ ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻ്റ് ചെയ്യലും അങ്ങനത്തെ സാഹചര്യം വന്നു കഴിയുമ്പോൾ അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ KCBC, കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഒക്കെ അതിനെ എതിർത്തിട്ടുണ്ട്. ഇങ്ങനെ അതെ, കാസയൊക്കെ എതിർത്തിട്ടുണ്ട്. ഈ കാസയാണെങ്കിലും BJPയോട് അടുപ്പത്തിലാണ് പോകുന്നത്. അപ്പോൾ അടുത്ത ഇലക്ഷനൊക്കെ വരുമ്പോൾ ക്രിസ്ത്യൻ ഇടയിലുണ്ടായ ഒരു ആളുകളുടെ ഒരു ചിന്തയുടെ മാറ്റം കൊണ്ടാണ് കാസ ഉള്ളതൊക്കെ അതെ സംഘടനകൾ ഇവിടെ രൂപീകൃതമാവുന്നത് പോലും. അതെ. അപ്പോൾ ഇപ്പോൾ ഈ PC ജോർജിനെതിരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നത് ഒരുപക്ഷെ ദാറ്റ് മെ നോട്ട് ഫൈൻ ഫേവർ വിത്ത് ദി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും പ്രശ്നം കൊണ്ടിട്ട് കേസ് കൊടുക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ കേസ് കൊടുക്കുന്ന ആ രീതി ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്തിനെയൊക്കെ പറ്റി ലെജിറ്റിമേറ്റ് ബർത്ത് എന്നൊക്കെ പറഞ്ഞ് ചിലർ പ്രസംഗിച്ചിട്ടുണ്ട്. വളരെ പ്രൊവോക്കേറ്റീവായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ആരും ഒന്നും ഇടപെട്ടിട്ടില്ല, ഒന്നും അന്വേഷിച്ചിട്ടുമില്ല, ആരും കേസിനും പോയിട്ടില്ല. പക്ഷേ PC ജോർജ് ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രാവശ്യം കേസ് കൊടുക്കുന്നത് മനസ്സിലാക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി കേസ് കൊടുക്കുമ്പോൾ അതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൽ ഈ പർട്ടിക്കുലർ കേസിൽ ഇപ്പോൾ കേസ് കൊടുത്തേക്കുന്നതിനെ പറ്റി KCBC ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ആ രീതിയിൽ പോയി വന്ന് കാര്യങ്ങൾ നീങ്ങിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെത്തേഡ് ഒരാൾ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒരാളോട് എതിർപ്പുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്ന രീതി അതൊരു ഹെൽത്തി പ്രാക്ടീസ് അല്ല. ഇത് സംഭവിച്ചിരുന്നു 1980s സംഭവിച്ചിരുന്നു. ബോംബെയിൽ ഇടയ്ക്കൊരു ഈ പദ്ധതി ഉണ്ടായിരുന്നു. അതായത് അന്ന് അവിടെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പോലീസ് കമ്മീഷണറും DCP ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് കമ്മീഷണർ റിബേറോ ആയിരുന്നു. അവിടെ DCP YC പവാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മുഖം നോക്കാതെ വളരെ കർക്കശമായ തീരുമാനങ്ങൾ എടുക്കുകയും കേസ് നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടുത്തെ അന്നത്തെ വരദരാജ മുതലിയാർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് അണ്ടർവേൾഡ് ഡോൺസ് ഉണ്ടായിരുന്നു, കരീംലാല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ചെയ്തിരുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരീംലാലയും വരദരാജ മുതലിയാറും ചെയ്തിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആൾക്കാരെ കൊണ്ട് ഈ YC പവാറിന് എതിരെ സ്ഥിരം കേസ് കൊടുപ്പിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കേസ് കാരണം കോടതിയിൽ നിന്ന് ഒഴിയാനും നേരമില്ല, ജോലിക്കും സമയമില്ല, അങ്ങനെ ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഇത് ഈ സ്ഥിരമായിട്ട് ഒരാളുടെ പേര് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല പ്രാക്ടീസായിട്ട് ആൾക്കാർ കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ PC ജോർജ് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കറക്ഷൻ വേണം. PC ജോർജ് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കതിനൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ സ്ഥിരമായിട്ട് ഇങ്ങനെ കേസ് ഒരു ഭീഷണി പോലെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത്ര ഹെൽത്തി ആയിരിക്കില്ല. ആ ഒരു പ്രാക്ടീസ് ആൾക്കാർക്ക് അതിൽ എതിർപ്പ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ എതിർപ്പ് BJPക്ക് അനുകൂലമായിട്ടുള്ള സിമ്പതിയായിട്ട് മാറാനും സാധ്യത. സാറ് പറഞ്ഞു വരുന്നത് അടുത്ത നമുക്ക് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പോലും ഇപ്പം ഈ രാജസ്ഥാനിൽ കണ്ടതുപോലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില മാറ്റങ്ങൾ കേരളത്തിലും സംഭവിച്ചേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.